السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. 10 ആടുകൾ ഒരു ഒട്ടകത്തിന് തുല്യമാണ് എന്ന് വീതം വയ്ക്കുന്ന ആൾ വിചാരിച്ചാൽ മന്നാദല അശറത്ത മിനൽ ഗനമി ബി ജസൂരി ഫിൽ ഖസ്മി. അബായ ബിൻ റിഫാ വിശദീകരിക്കുന്നു, എൻ്റെ വല്യാപ്പ റാഫി ബിൻ ഖദീജ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് അവർ ദുൽ ഹുദൈഫയിലെ ഒരു താഴ്വരയിലായിരുന്നു, തിഹാമ എന്നുള്ള സ്ഥലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം. യുദ്ധം മുതലായിട്ട് കിട്ടിയ കുറേ ഒട്ടകങ്ങളും ആടുകളും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ആളുകൾ തിരക്ക് പിടിച്ചു അതിനെ അറക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് അവരുടെ ഇറച്ചിയൊക്കെ എടുത്ത് പാത്രത്തിലിട്ട് വേവിക്കാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. എന്നിട്ട് ആ പാത്രമൊക്കെ മറിച്ച് കളയാൻ പറഞ്ഞു. എന്നിട്ട് യുദ്ധമുതലുകൾ വീതം വെച്ചു കൊടുത്തു. അപ്പോൾ ഒരു ഒട്ടകത്തിന് 10 ആടിന് തുല്യമായിട്ടാണ് കണക്കാക്കിയത്. ഒരു ഒട്ടകം ഓടിപ്പോയി. അവരുടെ അടുത്ത് ഏതാനും കുതിരകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ അങ്ങനെ വിഷമിച്ചു. ഒട്ടകത്തിന് അവർ ഓടിച്ചു. ഒരാൾ അതിനെ അമ്പ് ചെയ്ത് നിർത്തി. അമ്പ് ചെയ്തപ്പോൾ അതവിടെ നീക്കുകയോ വീഴുകയോ എന്തോ ചെയ്തു. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില മൃഗങ്ങൾ ഭയങ്കര മെരുങ്ങാത്ത പരിക്കരായ മൃഗങ്ങളാണ്, കാട്ടുമൃഗങ്ങളെ പോലെ. അങ്ങനെ ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയാൽ ഇതേപോലെ തന്നെയാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ അമ്പ ചെയ്യുകയോ വെടിവെച്ച് വീഴ്ത്തുകയോ മയക്ക് വെടി വയ്ക്കുകയോ അല്ലെങ്കിൽ വല്ല കമ്പനി കാല് തല്ലി ഒടിച്ചിടുകയോ എന്ത് വേണമെങ്കിലും ആവായിരിക്കും, അല്ലാഹു ആലം. അതായത് ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമുക്കത് ഊഹിച്ച് തത്തുല്യമായ രീതിയിൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ ആവശ്യം വന്നാൽ നമ്മൾ വലിയ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് അറക്കുമ്പോൾ 2 പോത്തിൻ്റെ വലിപ്പമുള്ള പോത്തിനെയൊക്കെയാണ് കൊണ്ടുവരിക, കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് 4 കയറിട്ട് കെട്ടിയാലും നിൽക്കില്ല. അതൊക്കെ ഓടിപ്പോകുമ്പോൾ ഇതിനെ പിടിച്ച് നിർത്തേണ്ട രീതിയാണ് ഈ പറയുന്നത്. എൻ്റെ വല്യാപ്പ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് ഭയമാണ്. നമ്മൾ നാളെ ശത്രുവിനെ നേരിടാൻ വേണ്ടി കാണുമ്പോൾ, അപ്പോൾ യുദ്ധപ്പറമ്പിലാണപ്പോൾ നമ്മുടെ വാളിനും കത്തിക്കൊക്കെ മൂർച്ചയില്ലാതെയായി പോയാലോ അല്ലെങ്കിൽ നമുക്ക് കത്തി ഇല്ലാതെയായി പോയാലോ, അതുകൊണ്ട് നാര് കൊണ്ട്, അതായത് പനയുടെ തോല് പുറത്തുനിന്ന് ചീമ്പെടുക്കുന്നതാണ്, അതൊരു ബ്ലേഡ് പോലെ ഇരിക്കുന്ന സാധനമാണ്, അതുകൊണ്ട് അറുത്തോട്ടെ എന്ന് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, രക്തം ഒഴുകണം, അതിന് പറ്റി എന്തും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ അറുത്തതിനെ നിങ്ങൾക്ക് തിന്നാവുന്നതാണ്. അള്ളാഹുവിൻ്റെ പേരിലാണ് അത് അറുക്കേണ്ടത്. അറുക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പേര് എടുത്തിരിക്കണം. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട ഹദീസാണ്. പക്ഷേ പല്ലോ നഖമോ ഉപയോഗിച്ച് അറുക്കരുത്. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പല്ല് എന്ന് പറയുന്നത് അത് എല്ലാവുന്നു. അപ്പോൾ എല്ലുകൊണ്ട് അറക്കാൻ പാടില്ല. അപ്പോൾ എല്ല് മൂർച്ചയാക്കി കത്തിയാക്കി അതുകൊണ്ട് പോലും അറക്കാൻ പാടില്ല. അതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിൽ പറയുന്നത് പല്ല് എന്ന് പറയുന്നത് എല്ലാണ്, അതുകൊണ്ട് അറക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ നഖം എന്ന് പറയുന്നത് എത്യോപ്യക്കാർ ഉപയോഗിക്കുന്ന ഒരു അറവ് രീതിയാണ്. അപ്പോൾ അവിടെ ഉള്ളവർ അവരുടെ നഖം കൊണ്ടാണ് മൃഗങ്ങളെ ഇറക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. 2588 ഹദീസിൽ നമ്മൾ മുമ്പ് കണ്ടതാണ്. അപ്പോൾ അവർ മൃഗങ്ങളെ ഇറക്കാൻ വേണ്ടി നഖം ഉപയോഗിക്കാറുണ്ട്. അവർ മുശ്രിക്കുകളാണ്, അതുകൊണ്ട് ആ രീതി ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. عن أباية ابن رفاعة عن جده رافع بن خديج رضي الله عنه قال كنا مع النبي صلى الله عليه وسلم بذي الحليفة من تهامة فأصبنا غنما وإبلا فعجل القوم فأغلوا بها القدور فجاء رسول الله صلى الله عليه وسلم فأمر بها فأكفئت ثم عدل 10 من الغنم بجزور ثم إن بعيرا منها ندع وليس في القوم إلا خيل يسيرة فرماه رجل فحبسه بسهم فقال رسول الله صلى الله عليه وسلم إن لهذه البهائم عوابد كوابد الوحش فما غلبكم منها فاصنعوا بها هكذا. قال جدي يا رسول الله إنا نرجو ونخاف أن نلقي العدو غدا وليس معنا مدا أفنذبح بالقصب. قال اعجل أو أرني ما أنهر الدم وذكر اسم الله عليه فقولوا ليس السن والظفر وسأحدثكم عن ذلك. أما السن فعظم وأما الظفر فمد الحبشة. ഇതോടുകൂടി ഈ അധ്യായം തീരുകയാണ്. നമ്മൾ പങ്ക് കച്ചവടം അല്ലെങ്കിൽ ഷെയർ കൂടി കാര്യങ്ങൾ ചെയ്യുന്നത്, വാങ്ങുന്നത്, കൊടുക്കുന്നത്, ഷെയർ മാർക്കറ്റ് അടക്കം വേണമെങ്കിൽ ഇതിൽ വരാവുന്നതാണ്. എന്തിലും നമ്മൾ പങ്കുകൂടുന്നത്, പൂർണ്ണമായ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഉടമസ്ഥത ഇല്ലാത്ത കാര്യത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മളിതിൽ പഠിച്ചത് എന്താണെന്ന് ഒന്ന് ഓടിച്ചു നോക്കാം. 47-ാമത്തെ കിതാബാണ് നമ്മളിപ്പോൾ പഠിച്ചത്.
പങ്ക് കച്ചവടത്തിൻ്റെ കിതാബ് ശരിക്കത്തി. ഈ ശിർക്ക് ഇതൊക്കെ പറയുന്ന ഒറ്റ വാക്ക് തന്നെയാണ് ശിർക്ക്. ശരിക്കത്ത് പങ്കുകൂടുക, അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കുന്നതാണ് ശിർക്ക്. ആഹാരം പങ്കുവയ്ക്കുന്നതിനെ പറ്റി, നഹദിനെ പറ്റി, അതായത് യാത്രയിൽ വരുന്ന ചെലവ് പങ്കിട്ടെടുക്കുന്നത്, യാത്രയിൽ വരുന്ന ആഹാര ചെലവ് പങ്കിട്ടെടുക്കുന്നത്, അതായത് എല്ലാവരും ഒരേപോലത്തെ ആഹാരം ഒരുമിച്ച് കഴിക്കുന്നത് ഒരേ അളവിൽ, അത് കൃത്യമായി വീതം വെച്ച് വിതരണം ചെയ്യുന്നത് തുല്യമായിട്ട്. പിന്നെ ഉറുദ്, അതായത് മറ്റ് കാര്യങ്ങൾ ഇതുപോലെ പങ്കുവെച്ച് ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. ആടിന് എങ്ങനെ വീതം വയ്ക്കണം എന്ന് നമ്മൾ കണ്ടു. ഒരു ഒട്ടകത്തിന് 10 ആടാണ് കണക്ക്. പങ്ക് കൂടി ആഹാരം കഴിക്കുമ്പോൾ, അതായത് ഒരു പാത്രത്തിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ആളുകൾ ആഹാരം കഴിച്ചാൽ, ഇപ്പോഴും അറബികൾക്കുള്ളൊരു രീതിയാണ്, നമുക്കതില്ല. അങ്ങനെ കഴിച്ചാൽ ഒരു ആൾ ഒരേ സമയം 2 ഈന്തപ്പഴം കഴിക്കരുത്, മറ്റേ ആളുടെ അനുവാദം കൂടാതെ. അപ്പോൾ ഒരു സമയം ഒരു ഈന്തപ്പഴം കഴിക്കുക, അയാൾ കഴിക്കുന്നു, അതുപോലെ നമ്മൾ കഴിക്കുന്നു, അയാൾ കഴിക്കുന്നു, അങ്ങനെ ഏകദേശം തുല്യമായി കഴിക്കുക. അല്ലാതെ അയാളുടെ അനുവാദം ഇല്ലാതെ ഒരേ സമയം 2 വാരി എണ്ണാക്കിലേക്ക് തള്ളരുത്. പങ്ക് ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ പങ്കാളിത്തത്തിലുള്ള ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്വത്തിൻ്റെ വില മാന്യമായ രീതിയിൽ കണക്കാക്കുന്നത്. പങ്കിടുന്നതിനും വീതം വയ്ക്കുന്നതിനുമൊക്കെ നറുക്കെടുക്കാമോ? അത് പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യത്തീമക്കളുടെയും അതുപോലെ മറ്റ് സമ്പത്ത്, കുടുംബസ്വത്ത് കൈയാളുന്നതിൻ്റെയും അതിലുള്ള പങ്കുവയ്പ്, ഇപ്പോൾ ചേട്ടനനിമാർ തമ്മിലുള്ള പങ്കുവയ്പ്പാവാം. മണ്ണ് പങ്കുവയ്ക്കുന്നതിനെ പറ്റി നമ്മൾ കണ്ടു, അതായത് ഭൂമി ഒന്നിൽ കൂടുതൽ ആളുകൾ ഉടമസ്ഥയിൽ വയ്ക്കുന്നത്. വീടുകൾ പങ്കുവച്ച് എടുക്കുന്നത്, അതിൽ മുന്നൊഴിവ് അത് സാധ്യമല്ല, അതിൽ അതിർത്തി തിരിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മുന്നൊഴിവ് സാധ്യമാണ്. സ്വർണം, വെള്ളി അതുപോലെയുള്ള മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒരു ബാങ്കിലോ അല്ലെങ്കിൽ മണി എക്സ്ചേഞ്ചിലോ ഇരിക്കുകയാണ്, അതിൻ്റെ പങ്ക് ഉടമസ്ഥത, അതിലെ പങ്കാളിത്തം. ദിമ്മിയായ ഒരു മനുഷ്യൻ, അതായത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജിസിയ കൊടുത്തുകൊണ്ട് അയാളുടെ മതം അനുസരിച്ച് ജീവിക്കുന്ന യഹൂദിയോ ക്രിസ്ത്യാനിയോ അതല്ലെങ്കിൽ മുശ്രിക്കോ ആയ ഒരു മനുഷ്യനുമായി പങ്ക് കൃഷി ചെയ്യുന്നത്, ഇതൊക്കെ പാടുണ്ട്. ആടിനെ വീതം വെച്ച് ന്യായമായ രീതിയിൽ വീതം വെച്ച് വിതരണം ചെയ്യുന്നത്, ആഹാരം പങ്കുവച്ച് എടുക്കുന്നത്, അടിമകളെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉടമസ്ഥതയിലുള്ള ഒരടിമയെ സ്വതന്ത്രമാക്കുകയോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുകയോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കണ്ടു. ഹദിയ് ബുദ്ന്, ഹജ്ജ് ചെയ്യുമ്പോൾ അറക്കുന്ന ബലിമൃഗത്തിനെയാണ് പറയുന്നത്. അത് പങ്കുവയ്ക്കാവുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഹദീനെ പങ്കുവച്ചിരുന്നു, ബലിമൃഗത്തിനെ. അതിനെ അർത്ഥത്തിന് ശേഷവും പങ്കുവയ്ക്കാമോ എന്ന ചോദ്യമുണ്ടായിരുന്നു, അതും നമ്മൾ കണ്ടു. ഒരു ഒട്ടകത്തിന് 10 ആടിന് തുല്യമായി കണ്ടാൽ അത് ശരിയാണോ എന്ന് ചോദിച്ചു. അത് ശരിയാണ്. ഇതോടുകൂടി ഈ അധ്യായം കഴിയുന്നു. ഇതിലൂടെ നമ്മൾ പഠിച്ചത് അള്ളാഹു നമ്മൾക്ക് ഉപകാരപ്രദമാക്കി തരട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു അഅലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.